ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു വാർത്ത നമ്മളെയൊക്കെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ജൂനിയർ അഭിഭാഷകയെ സീനിയർ ക്രൂരമായി മർദ്ദിക്കുക, മുഖത്ത് ആ പാടുകളും കൊണ്ട് ആ പെൺകുട്ടിയെ കാണുന്നത് തന്നെ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കപ്പെട്ട സീനിയർ അഭിഭാഷകൻ ഒളിവിലാണ്. തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഓഫീസിലെ തർക്കത്തെ തുടർന്ന് പാറശാല സ്വദേശിയായ അഭിഭാഷക ശ്യാമിലിയുടെ കർണത്തടിക്കുകയായിരുന്നു സീനിയറായ ബെയിലിൻ ദാസ്. സംഭവത്തിന് പിന്നാലെ ബാർ അസോസിയേഷൻ അടിയന്തരമായി ഇയാളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഗുഡ് മോർണിംഗ്. ആ കുട്ടിയുടെ മുഖം ഇന്നലെ കണ്ട് നമുക്കൊക്കെ ഒരു ഞെട്ടലാണ്. ഒരു ജൂനിയറാണ്, ഒരു ഓഫീസാണ്. അവിടെ ഇനിയിപ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും ശരി, ഒരു കയ്യേറ്റത്തിന് മുതിരാൻ യാതൊരു രീതിയിലും അധികാരമില്ലാത്ത ഒരാളാണ് ഇങ്ങനെ ക്രൂരമായ പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഈ സംഭവത്തിൽ ഇപ്പോൾ എന്തൊക്കെ തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ട്? ശ്രീജ, ബെയിലിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ സംഘടന നടപടിയെടുത്തിരുന്നു. പക്ഷേ ഈ പ്രശ്നം, ഈ ഒരു ഗുരുതരമായ സ്ഥിതി ഇതാദ്യമായല്ല ബെയിലിൻ പെൺകുട്ടിയെ മർദ്ദിക്കുന്നത്. ശ്യാമിലിയെ നേരത്തെയും മർദ്ദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അഭിഭാഷക സമൂഹമാണ് നിയമം നടപ്പാക്കാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും ഒരു തെറ്റായ പ്രവണത ഉണ്ടായിരിക്കുന്നത്. ഇത് ഗൌരവമായി തന്നെയാണ് സർക്കാർ കാണുന്നത്. കഴിഞ്ഞ ദിവസം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വഞ്ചൂർ കോടതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 സംഭവം. ഓഫീസിലെ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. മറ്റൊരു അഭിഭാഷകയെ ശ്യാമിലി അപമാനിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഈ മർദ്ദനം. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് തന്നെയാണ് അവിടെ എത്തുന്ന നീതി തേടി എത്തുന്ന ആളുകൾക്ക് അത് ഉറപ്പാക്കാൻ പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് അഭിഭാഷകർ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വഞ്ചൂർ പോലീസിന്റേതാണ് നടപടി ഉണ്ടായത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ബെയിലിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പൂന്തറ സ്വദേശിയാണ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സുഹൃത്തുക്കളുമായി ഇയാൾ സംസാരിച്ചു. പെൺകുട്ടി തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നാണ് ബെയിലിൻ സുഹൃത്തുക്കളോട് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ കയ്യേറ്റം ചെയ്യുന്നത്? മാത്രമല്ല, ഈ പെൺകുട്ടി 4 വർഷമായി ഇതേ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. 6 മാസം മുൻപാണ് പ്രസവം കഴിഞ്ഞ് വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ഇതെല്ലാം അറിയാവുന്ന ഒരു സീനിയറാണ്. ഇതേ ഓഫീസിൽ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജൂനിയർ അഭിഭാഷകയാണ്. ആ അഭിഭാഷകർക്ക് നേരെയാണ് ഈ കയ്യേറ്റം ഉണ്ടായത്. മാത്രമല്ല, തുടർച്ചയായി മുഖത്തടിച്ചു എന്നാണ്. തുടരെ താൻ ആദ്യത്തെ അടിയിൽ തറയിൽ വീഴുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തി തന്നെ വീണ്ടും മർദ്ദിച്ചു എന്ന കാര്യമാണ് അഭിഭാഷക പറയുന്നത്. നേരത്തെയും ഈ തരത്തിലുള്ള മർദ്ദനമുണ്ടായി എന്ന കാര്യം പറയുന്നു. പിന്നീട് വിളിച്ച് മാപ്പ് പറയുകയും താൻ തെറ്റ് ചെയ്തു, തിരികെ ഓഫീസിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്യും. ഈ നിലയ്ക്ക് അവർ ഓഫീസിലേക്ക് വരികയായിരുന്നു. ഇവരോട് മാത്രമല്ല മറ്റു പലരോടും ഇത്തരത്തിൽ അപമര്യാദയായി ബെയിലിൻ പെരുമാറിയിട്ടുണ്ട് എന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ബാർ അസോസിയേഷൻ ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ യോഗം ചേരുകയും ഈ സംഭവം മനസ്സിലായതിന് പിന്നാലെ അടിയന്തരമായി ഇയാളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മുൻപ് ഇതുപോലെയൊക്കെ മർദ്ദിച്ചിട്ട് മാപ്പ് പറഞ്ഞാണ് ഈ കാര്യങ്ങൾ പരിഹരിച്ചതെങ്കിൽ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഇത്തരം സ്വഭാവങ്ങളൊന്നും വരില്ല. ഇത് തുടർച്ചയായി ഇത്തരം സ്വഭാവ വൈകല്യമുള്ള മനുഷ്യന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അത് പിന്നീട് അതിലും ഗുരുതരമായ അവസ്ഥയിലേക്കാകും പോകുക എന്നതിൻ്റെ ഉദാഹരണമാണിത്. ശരീരത്ത് തൊടാൻ, അത് എന്ത് കാര്യത്തിൻ്റെ പുറത്തായാലും, സീനിയർ ആയാലും മറ്റാരായാലും ശരീരത്ത് തൊടാനോ വേദനിപ്പിക്കാനോ ഒരു മനുഷ്യനും അധികാരമില്ല എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഈ സംഭവത്തിൽ തുടർ നടപടികളുമായി സംഘടനയും ഒക്കെ പോകുന്നുണ്ട്. ഇയാൾ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒളിവിലാണുള്ളത്. അന്വേഷണം നടക്കട്ടെ. ഇനി മേലാൽ മറ്റൊരാളുടെ നേർക്ക് കൈ പൊങ്ങാത്ത വിധത്തിലുള്ള നടപടികൾ ഉണ്ടാവട്ടെ. അത്രമാത്രം നമുക്ക് പ്രതീക്ഷിക്കാം.